പള്ളി കൊണ്ടുപോയി, പട്ടാളപ്പള്ളി കൊണ്ടുപോയി, ഇപ്പുറത്ത് വേറെ ഒരു പള്ളി കൊണ്ടുപോയി. ഇമാതിരിയുള്ള പണികളൊക്കെ ചെയ്ത് അവർ വഹാബിസം വളർത്തിയപ്പോഴാണ് സുന്നിസം പറയാൻ നമ്മൾ എഴുന്നേറ്റ് നിന്നത്. മഹാനായ കാന്തപുരം ഉസ്താദ്, അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആ നേതൃത്വത്തിന്റെ പിന്നിൽ നമ്മൾ എഴുന്നേറ്റ് നിന്നപ്പോൾ ഈ അടിയൊക്കെ കിട്ടിയത്. അപ്പൊ അതിന്റെ വിശദീകരണത്തിനാണ് ഞാൻ ഈ ബോംബെയിൽ പോയത്. അടിയങ്ങ് തുടങ്ങി. ഞാൻ അന്ന് അവിടെ താമസിച്ചത് ബോംബെ അൽ ഹറം ലോഡ്ജിലാണ്. ആ പേരെനിക്കൊന്നും ഓർമ്മയുണ്ട്. പിറകിൽ സദസ്സിൽ സ്റ്റേജിൽ കുറെ നേതാക്കളൊക്കെ ഇരുത്തിയെങ്കിലും അടി വന്നപ്പോൾ എല്ലാവരും ഓടി. അങ്ങനെ എന്ത് ചെയ്യണം? ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നു, ഈ ഫോൾഡ് ചെയ്യുന്ന കസേര കൊണ്ട അടി. ഓർമ്മകളിൽ ഒരു ഹാജിയാർ ആണെന്ന് തോന്നുന്നു, കുപ്പായൊന്നും കാര്യമായിട്ട് ഇടാത്ത ഹാജിയാർ വേഗം സ്റ്റേജിൽ കയറി മൈക്കെടുത്ത് പിടിച്ച് 2 വാക്ക് പറഞ്ഞേ ഉള്ളൂ. ഈ കാഴ്ചക്കാരായി നോക്കി നിന്ന് പട്ടാണികൾ അടിക്കാൻ കൂടി. ഇയാൾ ഉറുദുവിലാ പറയുന്നത്. അടിക്കാൻ കൂടി ആ അടി സൂപ്പറായിട്ട് വിജയിപ്പിച്ചു. ഞാൻ ആ താപ്പിൽ രക്ഷപ്പെട്ടു അൽ ഹറം ലോഡ്ജിൽ. കുറെ കഴിഞ്ഞ് ഈ ഹാജിയാരും വന്നിട്ട് ചോദിച്ചു, ഉസ്താദെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ പറഞ്ഞില്ല, കുഴപ്പമൊന്നുമില്ല. സി ഉസ്താദിന് ഈ സംഭവം കറക്റ്റായിട്ട് അറിയാം. നമ്മുടെ മഹാനായ ഇപ്പോഴത്തെ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി ഉസ്താദ് എൻ്റെ ഉസ്താദും കൂടിയാണ്. അള്ളാഹു സന്തോഷം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അദ്ദേഹത്തിനൊക്കെ ഇത് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ ആ തിക്താനുഭവങ്ങളിൽ ഈ ഹാജിയാർ പറഞ്ഞെന്താണെന്നറിയോ? ഇയാൾക്ക് അല്ലാഹു തആല ഒരു ബോധം കൊണ്ടാക്കി. ഇത് വഹാബി സുന്നി തർക്കമായിരുന്നു. റസൂലുള്ളാഹിനെ വിമർശിച്ച ആളുകൾ സുന്നിസം പറഞ്ഞപ്പോൾ നബിതങ്ങളോട് എതിർപ്പുള്ള വഹാബികളാണ് ഈ അടിക്ക് നേതൃത്വം കൊടുത്തതെന്ന് പറഞ്ഞപ്പോഴാണ് ഈ പട്ടാണികൾക്ക് ഈമാൻ കൂടിയത്. ഇവരെയൊക്കെ അടിച്ചോടിച്ചത്. ആ സംഭവം സംഘടിപ്പിച്ചത് അഹമ്മദ് ദേവർകോവിലാണെന്നാണ് അദ്ദേഹം മക്കാമിൽ നിന്ന് പറയുന്നത്. ഒരു ബീര മുസ്ലിയാർ പെരുവയിലുണ്ടായി, ബോംബെയിലെ നമ്മുടെ ഓഫീസിലുണ്ടായിരുന്നു. മർക്കസിന്റെ ഓഫീസിലെ നേതാവാണ് ബീര മുസ്ലിയാർ പെരുവയിൽ. ആ സംഘടനയുടെ കേരള ബോംബെ മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് ബീരാ മൂല്യാരും സെക്രട്ടറി ആരായിരുന്നു? അഹമ്മദ് ദേവർകോവിലായിരുന്നു. അദ്ദേഹത്തിന് അതിന്റെ പേരിൽ 5-6 മാസം പണിഷ്മെന്റ് ഒക്കെ കിട്ടി, ഞങ്ങളെ പ്രസംഗിപ്പിച്ചതിന്റെ പേരിൽ. അദ്ദേഹം അത് എന്നെ കണ്ടുമുട്ടിയതിന്റെ ശേഷമുള്ള ഒരു പൊതു പബ്ലിക് പരിപാടിയിൽ അദ്ദേഹം ഈ ബോംബെ സംഭവം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പരസ്യമായിട്ട് പറഞ്ഞു സംഭവം. പരസ്യമായിട്ട് മക്കാമിൽ നിന്ന് പറയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെയുള്ള പോലീസുകാരും മറ്റൊക്കെ കേൾക്കുന്നു. മക്കാമില് സിയാറത്തിന് വന്ന ആളുകളൊക്കെ കേൾക്കാണ് ഈ കുശലം പറയല്. മന്ത്രി ഞാനും തമ്മിൽ ഇതിങ്ങനെ പറയുമ്പോൾ അദ്ദേഹം, എന്റെ ഓർമ്മകളിൽ അദ്ദേഹം, എനിക്ക് ഓർമ്മയില്ല, ഒരു ചെറുപ്പക്കാരനാണ് അവിടുത്തെ സെക്രട്ടറി. അടി കിട്ടുന്ന ഒരു സന്ദർഭത്തിൽ മറ്റുള്ള ഓർത്തിരിക്കാൻ സാധ്യതയില്ലല്ലോ. അതെ, അടി കിട്ടുമ്പോ എങ്ങനെയെങ്കിലും സലാമത്താകുക എന്നാണല്ലോ. അപ്പൊ ഇതിനിടയിൽ ഞാൻ കൂട്ടിച്ചേർക്കാനുള്ളത്, ഇന്നിപ്പോ നമ്മുടെ സുന്നത്തി ജമാഅത്ത് പറഞ്ഞപ്പോ മഹാനായ നമ്മുടെ തങ്ങളുടെ നേതൃത്വം, ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിലുള്ള ആളുകൾക്ക് വഴിമുടക്കുകൾ, ഇടങ്ങേറുകൾ, പിരിച്ചുവിടൽ, തടസ്സപ്പെടുത്തൽ, ചില സ്ഥലങ്ങളിൽ കയ്യേറ്റങ്ങൾ, ഇതൊന്നും പുത്തരിയല്ല. സുന്നത്തി ജമാഅത്ത് ഇവിടെ നെടുനീളം പറയാനും 4 ആള് കണക്കെ നെഞ്ചുയർത്തി പറയാനും അവസരമുണ്ടാക്കിയതിന്റെ പിന്നിൽ ഇത്തരം കഷ്ടപ്പാടുകളുണ്ട്. അതിപ്പോൾ ഈ വിഭാഗവും അനുഭവിക്കുന്നു. അതിലവർ തൻ്റെ ഇടത്തോടുകൂടെ നിൽക്കുമോ അതോ മാളത്തിലേക്ക് ഒളിക്കുമോ എന്നതേ നമുക്ക് നോക്കി കാണേണ്ടതുള്ളൂ. ഇതൊക്കെ ഇവിടെ കഴിഞ്ഞുപോയതാണ്. അതൊക്കെ നമ്മൾ തൻ്റെ ഇടത്തോടുകൂടെ മഹാനായ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നേരിട്ടത് കൊണ്ടാണ് ഇന്ന് സുന്നിസം പറയാൻ നമുക്ക് അവസരമുണ്ടായതും സുന്നി എന്ന് പറയുന്നിടത്തേക്ക് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ വന്ന് കയറാൻ മാത്രം നമ്മൾ വളർന്നതും ആ ത്യാഗങ്ങളുടെയൊക്കെ പിന്നാമ്പുറം കൊണ്ടാണ്. അതിൽ രക്തസാക്ഷികളായ ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. തന്റെ ഇടത്തോടു കൂടെ നിന്ന് ഒരുപാട് നേതാക്കളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഈ രക്തസാക്ഷികളെ കുറിച്ച് പറഞ്ഞല്ലോ, 7ഓളം ആളുകളോ മറ്റോ നമ്മളെ അതിൽ കൂടുതൽ ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും വ്യക്തികളുമായിട്ട് ഉസ്താദിനെ നേരിട്ട് അറിയാവുന്ന അത്തരം ആളുകളെ കുറിച്ച് ഓർക്കാനുണ്ട്? ഉണ്ട്. ഒന്നാമത്തെ ആള് കുണ്ടൂര കുഞ്ഞുവാണ്. സ്വാത്വികനായ മഹാനായ കുണ്ടൂർ ഉസ്താദിന്റെ പൊന്നുമകൻ അല്ലേ? അതെ. അതിലൊക്കെ ഓർക്കാൻ കാരണം റമളാനിലാണ് അദ്ദേഹത്തെ കൊല്ലുന്നത്. 17-ന്. അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്താ ഉണ്ടായതെന്ന മറുഭാഗം പ്രസംഗിച്ചതും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അദ്ദേഹം മദ്യപാനിയായിരുന്നു. റമളാൻ 17-ന് വയറ്റില് മദ്യം ഉണ്ടായിരുന്നു എന്ന് പ്രസംഗിച്ച ആളുകളാണ്. ആര്? സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളായ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകൾ. റമളാൻ 17-ന് മരിച്ചു, അദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോ കള്ളായിരുന്നു വയറ്റിലെന്ന്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പറഞ്ഞിട്ട് ആരോപണത്തിൽ വസ്തുതയില്ല, ഒരു വസ്തുതയുമില്ല. അങ്ങനെ ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ല. പക്ഷേ വിജയിക്കാൻ വേണ്ടി പലതും ഇന്ന് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ ഭാഗങ്ങളാണ്. ഇന്നിപ്പോ നമുക്ക് വിശദമായി പറയാം, അത് മറ്റൊരു എപ്പിസോഡിൽ വേണമെങ്കിലാകാം. മഹാനായ കാന്തപുരം ഉസ്താദിന്റെ നാട് കാന്തപുരമാണ്. അവിടെ 5 യോഗങ്ങൾ നടന്നു, 5-നും മറുപടി പറഞ്ഞു. 6ാമത്തെ യോഗത്തിൽ വരുന്നത് ഒരു MP ആണ്, ഡബിൾ പേരുള്ള MP. അദ്ദേഹം പറഞ്ഞു, മലപ്പുറം ജില്ലക്കാരൻ ഡബിൾ പേരുള്ള MP ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞു, എനിക്ക് കാന്തപുരം അങ്ങാടിയിൽ സ്റ്റേജ് വേണ്ട,
കാന്തപുരത്തിന്റെ വീടിന്റെ മുമ്പിൽ ചെറിയ ഒരു സ്ഥലമുണ്ട്, ഒരു വയല്, എനിക്ക് അവിടെ സ്റ്റേജ് കെട്ടണമെന്ന്. ആ അങ്ങനെ അദ്ദേഹം വന്നു. ഭയങ്കര ആർപ്പുളിയും ബഹളവും കയ്യടിയും വിസിലും ഒക്കെ ആയിട്ട് ഇയാൾ ആനയിച്ചു. ഇയാൾ സ്റ്റേജിൽ കയറിയിട്ട് എന്താ പറഞ്ഞത്? മൈക്ക് കൊട്ടിയിട്ട്, എനിക്ക് ഈ നിൽക്കുന്ന പുരുഷാരത്തോടൊന്നും പറയാനില്ല, എനിക്ക് പറയാനുള്ളത് കാന്തപുരത്തിന്റെ ഓളോടാ, കാന്തപുരത്തിന്റെ ഭാര്യയോട്. പറഞ്ഞ തെറികൾക്ക് നമുക്ക് പറയാൻ നമ്മുടെ നാവുകൾക്ക് വിഷമമുണ്ട്, അത് പറയാൻ പറ്റില്ല. ഇതൊക്കെ കഴിഞ്ഞുപോയ കഥകൾ. എന്തിനാണ് ഇപ്പോൾ ഇത് ആവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, സുന്നത്ത് ജമാഅത്തിനെ തടസ്സപ്പെടുത്താൻ വരുമ്പോൾ തൻ്റെ ഇടത്തോടുകൂടെ നിൽക്കുക, ഇതെല്ലാം കഴിഞ്ഞ കാലത്തുള്ളതാണ്. അവസാനം അദ്ദേഹം ഒരു വെല്ലുവിളി നടത്തി, എൻ്റെ ഈ പ്രസംഗത്തിന് മറുപടി പറയാൻ കഴിവുള്ള ഏതെങ്കിലും ഒരാൾ കാന്തപുരം ഗ്രൂപ്പിലുണ്ടെങ്കിൽ എൻ്റെ നാട്ടിൽ വരണമെന്നല്ല, എൻ്റെ വീടിന്റെ മുമ്പിൽ വരണം. ഒന്ന് പറഞ്ഞേക്കാം, വരുന്നവന്റെ രണ്ടു കാലിൽ ഒന്ന് വെട്ടിയിരിക്കും. അങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞു, വ്യക്തമായി പറഞ്ഞു. അതിന്റെ വള്ളിക്കാസറ്റ് ഉണ്ടല്ലോ, അതെന്തും നമ്മുടെ കൈകളിലുണ്ട്. അന്ന് CD ഒന്നും ഇല്ലാത്ത കാലം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരുപക്ഷെ കോട്ടയം കുഞ്ഞച്ചൻ വരാൻ സാധ്യതയുണ്ട്. അക്കാലത്ത് ഇറങ്ങിയ ഒരു ഫിലിമാണത്. അയാള് എന്നെ അങ്ങനെയാണ് വിളിച്ചിരുന്നത്, കോട്ടയം കുഞ്ഞച്ചൻ. നേരം വെളുത്ത് രാവിലെ മർക്കസിന്റെ മൈക്കിൽ നാസറുദ്ദീൻ നെല്ലിക്കുത്തുസാദിന്റെ ഓഫീസ് റൂമുമായി ബന്ധപ്പെടണം. ചെന്ന് നോക്കുമ്പോൾ ഈ വള്ളിക്കാസറ്റ് തന്നു. ഇന്ന് നിനക്ക് എവിടെ പരിപാടി? ഞാൻ പറഞ്ഞു, എൻ്റെ ആദ്യത്തെ പരിപാടി കാപ്പാടാണ്, രണ്ടാമത്തേത് നല്ലളത്താണ്. ഇത് രണ്ടും മുടക്കണ്ട. ആര്? നെല്ലിക്കുത്തുസാദ്, അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അദ്ദേഹം പറയുന്നു, ഇത് രണ്ടും മുടക്കണ്ട. രാത്രി 12 മണിയാകുമ്പോ ഈ പറഞ്ഞ MP-യുടെ വീട് നിൽക്കുന്നത് ഒരു കശുമാവിന്റെ ഒക്കെ ഇടയില, ഇന്നിപ്പോ ഹൈവേ സൈഡില്ല. അവിടേക്ക് സുന്നികൾ വഴിവെട്ടും. അയാളുടെ വീടിന്റെ മുമ്പിൽ പോയി തന്നെ പറയണം, അവിടെ തൊട്ടടുത്തൊരു തങ്ങളുടെ വീടാണ്, അവിടെ സ്റ്റേജ് കിട്ടും പറമ്പില്, വീട്ടിൽ മറുപടി പറയണമെന്ന്. പോകാൻ ഒരാളും ഉണ്ടായില്ല. ഈ കാല് വെട്ടു എന്നൊക്കെ പറഞ്ഞ വെറുതെ ഭംഗി വാക്കല്ല, 5-8 പൂശിയിട്ടാ പറയുന്നത് കാല് വെട്ടൂന്ന്. വെട്ടാൻ പ്രാപ്തിയുള്ള ആൾക്കാരെ, വെട്ടാൻ പ്രാപ്തിയുള്ള ആളുകളും വെട്ടി തെളിയിച്ച ആളുകളുമാണ്. ആരാ പോയത്? ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നല്ലോ. പോകാൻ കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പേര് വിളിച്ച ആളുകൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ധൈര്യമായി പോയി, മറുപടി പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഓർമ്മകളാണ്. ആ വിപ്ലവത്തിന്റെയൊക്കെ മുകളിൽ ഉദിച്ചു പൊങ്ങിയതാണ് ഇത്തരം നൂറുകണക്കിന് സ്ഥാപനങ്ങൾ. അതിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകൾ ഉണ്ടല്ലോ, വലിമന്ന ആനന, ഞങ്ങളെ സഹായിച്ചവർക്കും പടച്ചവനെ നീ കൃപ ചെയ്യണമെന്ന്. അത് മണ്ണിന്റെ മുകളിലുള്ള ആളുകൾക്ക് ഇന്ന് ആ പ്രാർത്ഥനയുണ്ട്, മണ്ണിനടിയിൽ പോയവർക്കും ഉണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മണ്ണിനടിയിലെത്തുമ്പോൾ ആ നൂറുകണക്കിന് സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രാർത്ഥനകൾ, അത് മാത്രമാണ് നമ്മുടെ പ്രതീക്ഷ. അന്നും ഇന്നും വേറെ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. ധൈര്യമായി പോയി മറുപടി പറഞ്ഞു. ഇങ്ങനെ ഒന്നല്ല, 1000 സംഭവങ്ങൾ. അതിലൂടെയാണ് സുന്നിസം ധൈര്യമായി പറയാൻ നമുക്കിവിടെ ഊർജ്ജമുണ്ടായതെന്നായി പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് ഇത് ഓർമ്മപ്പെടുത്തുന്നത് വരും തലമുറകൾ അല്ല, നിലനിൽക്കുന്ന തലമുറകൾ ഇതൊക്കെ പഠിക്കണം. പലരും കണ്ണു തുറന്നപ്പോ ശീതള ഛായയിലും സുഖലോലുപതയിലും പത്രാസിലും പവറിലും പണത്തിലും ഒക്കെയാണ് ഇന്ന് നമ്മുടെ സംഘടനകളുള്ളത്. ഇതിനൊരു ഒരു കയ്പുള്ള കാലമുണ്ടായിരുന്നു. ഇനിയും ആ കയ്പുകൾ വന്നാലും പ്രതിരോധിക്കാൻ കഴിയണമെന്നത് നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വരും തലമുറയെയും ഈ തലമുറയെയും.